ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജേണൽ എൻട്രിയാണ്. അപ്പോൾ ആദ്യം എന്തിനു വേണ്ടിയാണ് ജേണൽ എൻട്രി യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സെയിൽസ്, പർച്ചേസ്, സ്റ്റോക്ക് രേഖകൾ വഴി ഉണ്ടാകാത്ത അക്കൗണ്ടിംഗ് എൻട്രികൾ ERP നെക്സ്റ്റ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ജേണൽ എൻട്രി വഴിയാണ്. ജേണൽ എൻട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഉള്ള എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യാനോ, അതേപോലെ അക്കൗണ്ട്സിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിലോ, ബാങ്ക് ട്രാൻസ്ഫറിനും, അതേപോലെ ഓപ്പണിംഗ് എൻട്രീസ് എല്ലാം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ജേണൽ എൻട്രി രേഖപ്പെടുത്തുന്നത്. ഇനിയിപ്പോൾ നമ്മൾ സെയിൽസ് ഇൻവോയ്സോ, പർച്ചേസ് ഇൻവോയ്സോ, അതുപോലെ തന്നെ സ്റ്റോക്ക് എൻട്രി വഴിയുള്ളതൊന്നും നമ്മൾ ജേണൽ എൻട്രിയിൽ ഇടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ഇൻവോയ്സ്, പർച്ചേസ് ഇൻവോയ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഓൾറെഡി ഓരോ അക്കൗണ്ടിങ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ ജേണൽ എൻട്രി വഴി രേഖപ്പെടുത്തുകയില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ജേണൽ എൻട്രി ലിസ്റ്റിൽ പോയിട്ട് ഒന്നല്ലെങ്കിൽ അക്കൗണ്ടിൽ പോയിട്ട് അക്കൗണ്ടിങ്ങിൽ ജേണൽ എൻട്രി, ദെൻ ജേണൽ എൻട്രി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി ടൈപ്പ് ഏതൊക്കെയാണെന്ന് വരും. അതിനകത്ത് ഇപ്പോൾ ജേണൽ എൻട്രിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ ജേണൽ എൻട്രി സെലക്ട് ചെയ്യാം. ദെൻ നമുക്ക് പോസ്റ്റിംഗ് ഡേറ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അടുത്തത് അതിൻ്റെ മെയിൻ പാർട്ടാണ് അക്കൗണ്ടിങ് എൻട്രീസ് രേഖപ്പെടുത്തുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ എക്സ്പെൻസ് ആണ് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ വെഹിക്കിൾ റിപ്പയർ ആൻഡ് മെയിൻ്റെനൻസ്, സോ അതിൽ എത്ര ഡെബിറ്റ് ചെയ്തു, അത് എങ്ങോട്ടാണ് ക്രെഡിറ്റ് ചെയ്തതും കൂടെ നമ്മൾ ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ നമുക്ക് റെഫറൻസ് നമ്പറും റെഫറൻസ് ഡേറ്റും, അതേപോലെ എന്തെങ്കിലും റിമാർക്സ് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. ദെൻ സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഒരു ജേണൽ എൻട്രി ക്രിയേഷൻസ്. അതേപോലെ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ ജേണൽ എൻട്രിയുടെ പ്രിൻ്റ് ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇതാണ് മെയിൻലി ഒരു ജേണൽ എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്ത ജേണൽ എൻട്രി കറക്റ്റായിട്ട് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അവിടെ ഓരോ അക്കൗണ്ടിങ് എൻട്രീസും, അതായത് നമ്മുടെ വെഹിക്കിൾ റിപ്പയർ മെയിൻ്റെനൻസ് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടെ നിന്ന് 500 ഡെബിറ്റ് ആയിട്ടുണ്ട്. ദെൻ അതേപോലെ ക്യാഷ് ഇൻ ഹാൻഡിലേക്കാണ് പോയേക്കുന്നത്, അവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്.